ഇന്ന് നമ്മൾ ജോൺ ബി ആർഡൻ എഴുതിയ റീവയർ യുവർ ബ്രെയിൻ, തിങ്ക് യുവർ വേ ടു എ ബെറ്റർ ലൈഫ് എന്ന പുസ്തകത്തെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങളുടെ തലച്ചോറിനെ റീവയർ ചെയ്യുന്നത് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ നല്ല ചിന്തകൾ ഉള്ളതാക്കാനും സമ്മർദ്ദ സമയങ്ങളിൽ ശാന്തമായിരിക്കാനും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ എത്രമാത്രം സഹായിക്കുമെന്നാണ് ഇന്ന് ഓഡിയോപീഡിയയുടെ ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം ആവശ്യങ്ങളെക്കാൾ മുൻഗണന നൽകുകയും സ്വന്തം സന്തോഷവും ആരോഗ്യവും സമാധാനവും അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണതയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ എല്ലാവരും കരുതുന്നത് നമ്മൾ ജനിച്ചു വീഴുന്ന മനസ്സുമായി തന്നെ മരിക്കുമെന്നാണ്, അല്ലേ? എത്രമാത്രം മാറ്റങ്ങളിലൂടെയും പരിണാമങ്ങളിലൂടെയും കടന്നിട്ടായിരിക്കും നമ്മൾ ഇപ്പോഴുള്ള മനസ്സുമായി നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? യഥാർത്ഥത്തിൽ നമ്മുടെ ബോധം എന്ന് പറയുന്നത് അനുഭവങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്യാനും ജീവിതത്തിൽ ആവശ്യമായ ചേഞ്ചസ് വരുത്താനും ഏത് പ്രായത്തിലും ഏത് സമയത്തും എപ്പോഴും സാധിക്കും. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനരഹിതമായ ഭാഗങ്ങളെ എങ്ങനെ സജീവമാക്കാമെന്നും അമിതമായി പ്രവർത്തിക്കുന്ന ഭാഗങ്ങളെ എങ്ങനെ ശാന്തമാക്കാമെന്നും തിരിച്ചറിഞ്ഞാൽ ഇതുവരെയുള്ള രീതിയിൽ നിന്ന് മാറി ജീവിതത്തിന് ഒരു പുതിയ ദിശ കൊണ്ടുവരാനും പുതിയ ചിന്തകളുടെ വെളിച്ചം ഉള്ളിൽ നിറയ്ക്കാനും നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള വഴികളാണ് റീവയർ യുവർ ബ്രെയിൻ എന്ന പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങളെ ജീവിതത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസമുള്ളവരാക്കാനും സമ്മർദ്ദങ്ങളിൽ ശാന്തമായിരിക്കാനും നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളെ സഹായിക്കും. ചാപ്റ്റർ 1, ആക്ടിവേറ്റ് യുവർ ബ്രെയിൻ. ന്യൂറോ സയൻസ് ഗവേഷണമനുസരിച്ച് നമ്മുടെ തലച്ചോർ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് പോലും ഒട്ടേറെ മാറ്റങ്ങളാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളുടെ ജീനുകളെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പോലും നിങ്ങൾക്ക് സാധിക്കുമെന്ന്? ശാന്തവും പോസിറ്റീവുമായ ഒരവസ്ഥയിലെത്താൻ ന്യൂറോ സയൻസ് കണ്ടെത്തലുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഈ പുസ്തകം പറയുന്നുണ്ട്. നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ നിങ്ങളുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ആദ്യം മനസ്സിലാക്കിയെടുക്കണം. നിങ്ങളുടെ തലച്ചോറ് ചുറ്റുമുള്ള ലോകത്തോട് പ്രതികരിച്ചും അതിനോട് ബന്ധപ്പെട്ടുമാണ് പ്രവർത്തിക്കുന്നത്. തലച്ചോറിന് 3 പൗണ്ട് മാത്രമേ ഭാരമുള്ളൂ എങ്കിലും ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളിൽ ഒന്നാണിത്. ന്യൂറോണുകളും സപ്പോർട്ടിംഗ് കോശങ്ങളും ഒക്കെ അടക്കം 100 ബില്യൺ കോശങ്ങൾ നമ്മുടെ ബ്രെയിനിലുണ്ട്. ന്യൂറോണുകൾ ബ്രെയിനിന്റെ മൊഡ്യൂളുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗങ്ങളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. തലച്ചോറിൽ 60-ലധികം തരം ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. ചിലത് നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, ചിലത് നിങ്ങളെ ശാന്തമാക്കുന്നു. സാധാരണയായി കണ്ടെത്തുന്ന 3 ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ സെറോട്ടോണിൻ, നോറെപിനെഫ്രിൻ, ഡോപാമൈൻ എന്നിവയാണ്. വൈകാരിക സാഹചര്യങ്ങളിലും വിവിധ ചലനാത്മക പ്രക്രിയകളിലും സെറോട്ടോണിന് വലിയ പങ്കുണ്ട്. കുറഞ്ഞ സെറോട്ടോണിൻ അളവ് ഉത്കണ്ഠ, വിഷാദം, OCD എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നോറെപിനെഫ്രിൻ ശ്രദ്ധയെ സജീവമാക്കുന്ന ഒന്നാണ്. ഡോപാമൈൻ ആണെങ്കിൽ ഏകാഗ്രത നിലനിർത്താനും സന്തോഷം നിലനിർത്താനും എല്ലാം സഹായിക്കുന്നു. ഇനി നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയെക്കുറിച്ച് നോക്കാം. നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രത്യേകതയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. നമ്മുടെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെയാണെന്ന് എല്ലാവരും എപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ നമ്മുടെ തലച്ചോറ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. പുതിയ അനുഭവങ്ങൾക്കും അറിവുകൾക്കും അനുസരിച്ച് അതിന് സ്വയം റീവയർ ചെയ്യാനുള്ള, പുനഃക്രമീകരിക്കാനുള്ള ശേഷിയുണ്ട്. ഈ അത്ഭുതകരമായ കഴിവിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം നിരന്തരം ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, പുതിയ ചാലഞ്ചസ് ജീവിതത്തിൽ നേരിടുമ്പോൾ, കംഫർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങി പുതുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ കൂടുതൽ ന്യൂറോണുകൾ ഒരുമിച്ച് പ്രവർത്തിച്ച് നിങ്ങളുടെ ബ്രെയിൻ വളരെ ആക്റ്റീവാക്കുന്നു. ഇതിലൂടെ ബ്രെയിനിനെ പുനഃക്രമീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു. ഇതുവരെ സഞ്ചരിച്ച വഴികളിൽ നിന്ന് ഒന്ന് മാറി നടന്നാലേ ഈ റീവയറിംഗ് സംഭവിക്കൂ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതിനായി കുറച്ച് കാര്യങ്ങൾ ആദ്യം ജീവിതത്തിൽ നടപ്പിലാക്കി നോക്കണം. 4 രീതികളിലൂടെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ ആദ്യഘട്ടത്തിൽ പുനഃക്രമീകരിക്കേണ്ടത്. അതിലാദ്യത്തേത് ശ്രദ്ധ, അറ്റൻഷൻ വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. നിങ്ങൾ ദിവസവും അല്പനേരം മെഡിറ്റേഷൻ ചെയ്യുക. ഒരു സൈലന്റ് ആയ സ്ഥലത്ത് കണ്ണുകൾ അടച്ച്
നിശബ്ദമായി ഇരിക്കുക. നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുക. ആ ബ്രീത്തിങ്ങിലേക്ക് ശ്രദ്ധിക്കാൻ ബോധപൂർവം ശ്രമിക്കുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ഇത് ബോഡിയും മൈൻഡും തമ്മിലുള്ള കോർഡിനേഷൻ ശക്തമാക്കുന്നു. മാത്രമല്ല, ബ്രെയിനിന്റെ ഫ്രണ്ടൽ ലോബുകളെ സജീവമാക്കുകയും ചെയ്യുന്നു. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും ശ്രദ്ധ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. മാത്രമല്ല, മനസ്സ് ശാന്തമാക്കാനും നെഗറ്റീവ് ചിന്തകളെയും ഓവർ തിങ്കിങ്ങിനെയും അകറ്റി നിർത്താനും മെഡിറ്റേഷൻ സഹായിക്കുന്നു. ബ്രെയിനിനെ റീവയർ ചെയ്യാൻ അടുത്തതായി വേണ്ടത് പ്രയത്നമാണ്, എഫേർട്ട്. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. പുതിയ അറിവുകൾ നേടാൻ, കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ, പുസ്തകം വായിക്കാൻ, പുതിയൊരു സ്കിൽ പഠിച്ചെടുക്കാൻ ഒക്കെ ശ്രമിക്കുക. ഇവ തലച്ചോറിനെ വളരെയധികം ആക്റ്റീവാക്കുന്നു. ഈ ആക്ടിവേഷൻ മനസ്സിനെയും ബ്രെയിനിനെയും പോസിറ്റീവാക്കി മാറ്റുന്നു. മൂന്നാമത്തെ പോയിന്റാണ് പ്രയാസമില്ലായ്മ, അതായത് എഫേർട്ട്ലെസ്നെസ്. ഒരു പുതിയ പെരുമാറ്റമോ ചിന്തയോ വികാരമോ നിങ്ങളുടെ ഉള്ളിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് തുടരാൻ കുറഞ്ഞ ഊർജം മതിയാവും. തുടങ്ങിക്കിട്ടാനാണ് ഏറ്റവും വലിയ പാട്. തുടക്കത്തിൽ നിങ്ങളുടെ മനസ്സിൽ ശ്രദ്ധയും പ്രയത്നവും കൂടുതൽ ശക്തിയുമെല്ലാം ആവശ്യമാണ്. എന്നാൽ നിങ്ങൾ പിന്നീട് ഇതിന്റെ രീതികൾ മനസ്സിലാക്കുകയും സ്ഥിരമായി ഇത് പരിശീലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് എളുപ്പമായി മാറുന്നു, എഫേർട്ട്ലെസ് ആയി മാറുന്നു. ബൈ പ്രാക്ടീസ് അല്ലെങ്കിൽ നിരന്തരം നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ബ്രെയിനിന് ഈസിയായി മാറും. ഇതിനെയാണ് എഫേർട്ട്ലെസ്നെസ് ഘട്ടം എന്ന് പറയുന്നത്. എന്ത് പുതിയ ഹാബിറ്റ് ആയാലും സ്കില്ലായാലും ഒരു കോഴ്സ് ചെയ്യുകയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ആദ്യം അത് വളരെ ബുദ്ധിമുട്ടായിട്ടായിരിക്കും തോന്നുക. പതുക്കെ പതുക്കെ നിരന്തരം അത് വായിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ബ്രെയിനിന് എളുപ്പമായി മാറുന്നു. ഒരു എഫേർട്ട്ലെസ് രീതിയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത്തരത്തിൽ പുതിയൊരു കാര്യം പഠിച്ചെടുക്കുമ്പോൾ തുടക്കത്തിൽ അല്പം എഫേർട്ട് കൊടുത്ത് പ്രയത്നം കൊടുത്തു തന്നെ പരിശീലിക്കാൻ ശ്രമിക്കുക. ആ പരിശീലനം നിരന്തരമായി തുടരാനും ശ്രമിക്കുക. പിന്നീട് അത് എളുപ്പമായി മാറും, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയാണ്, പെർസിസ്റ്റൻസ്. നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാനുള്ള അവസാന മാർഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തുടരെ തുടരെ പരിശീലിച്ചു കൊണ്ടിരിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾ ഏത് മേഖലയിലാണോ മിടുക്കനാവാൻ, എക്സലന്റ് ആവാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ ഏത് സ്കില്ലാണ് നിങ്ങൾ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എന്ത് ഹാബിറ്റാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അക്കാര്യം എല്ലാ ദിവസവും ആവർത്തിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ സക്സസ് ആകാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കുന്നു. ചാപ്റ്റർ 2, നിങ്ങളുടെ അമിഗ്ഡലയെ നിയന്ത്രിക്കുക. നമ്മളിൽ പലർക്കും നമ്മളുടെ വികാരങ്ങളോ ചിന്തകളോ തുറന്നു പ്രകടിപ്പിക്കാൻ കഴിയാറില്ല. ഇതിന് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. എന്താണ് ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് എന്താണ് ആവശ്യം എന്നൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാനാവുന്നില്ല. നിങ്ങൾക്കും അത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ അമിഗ്ഡലയെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അമിഗ്ഡല എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ബദാമിന്റെ ആകൃതിയിലിരിക്കുന്ന ഒരു ചെറിയ ഭാഗമാണ്. ഇതിനെ ഇമോഷണൽ ബ്രെയിൻ എന്നും വിളിക്കുന്നു. നമ്മുടെ വികാരങ്ങളെ, പ്രത്യേകിച്ച് ഭയം, ഉത്കണ്ഠ, സന്തോഷം തുടങ്ങിയവയെ നിയന്ത്രിക്കുന്നതിൽ ഈ ഇമോഷണൽ ബ്രെയിനിന് വലിയ പങ്കുണ്ട്. അമിഗ്ഡലയെ നിയന്ത്രിക്കാൻ നിങ്ങൾ ആദ്യം നെഗറ്റിവിറ്റിയെ മാറ്റി നിർത്തി പോസിറ്റീവായ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിങ്ങളെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി സംസാരിക്കുന്നത് മുതൽ തുടങ്ങുക ഈ മാറ്റങ്ങൾ. ഇത് നിങ്ങളുടെ ബ്രെയിനിനെ സജീവമാക്കും. ഇത് നിങ്ങളുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കാനും സഹായിക്കും. നേരത്തെ പറഞ്ഞ അറ്റൻഷൻ, എഫേർട്ട്, എഫേർട്ട്ലെസ്നെസ്, ഡിറ്റർമിനേഷൻ ഇവയെല്ലാം വളർത്തിയെടുക്കുന്നതും അമിഗ്ഡലയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കൂടാതെ നിങ്ങളുടെ സമ്മർദ്ദവും ഉത്കണ്ഠയും നേരിടാനും ഇതിലൂടെ സാധിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിൽ ഭയമുണ്ടെങ്കിൽ അമിഗ്ഡല നിങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത് അപകടകരമാണ്, സൂക്ഷിച്ചോ, ഈ പരിപാടിക്ക് നിൽക്കണ്ട എന്നൊക്കെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകും. അതേസമയം ഇത് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളോട് തന്നെ പോരടിക്കാൻ സാധിക്കാതെ ആ ഭയത്തിന് കീഴടങ്ങേണ്ടി വരും. അതിനാൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുമ്പോൾ തന്നെ നിങ്ങളുടെ വികാരത്തോട് പ്രതികരിക്കുകയും അത് മാറ്റാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നും ചിന്തിക്കുക. സമ്മർദ്ദത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും ഭയത്തിൽ നിന്നും ഓടിപ്പോകാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങളുടെ പുറകെ വരും.
പകരം അതിനെ നേരിടാനും പരിഹരിക്കാനുമുള്ള മാർഗങ്ങളാണ് നോക്കിവെക്കേണ്ടത്. ഇത് ആരോഗ്യകരമായ ഒരു മനസ്സിനെ വളർത്താൻ സഹായിക്കും. മാത്രമല്ല, നിങ്ങളുടെ ലൈഫിന്റെ ക്വാളിറ്റിയും ഇത് വർദ്ധിപ്പിക്കും. നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഹൃദയമിടിപ്പ് വേഗത്തിലാവുന്നത്. അതിനാൽ സമ്മർദ്ദം കുറയ്ക്കാൻ ഹാർട്ട് ബീറ്റിനെ സാവധാനത്തിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ബ്രീത്തിംഗ് എക്സസൈസുകൾ ഇതിനായി നിങ്ങളെ സഹായിക്കും. ദിവസവും അല്പനേരം ബ്രീത്തിംഗ് എക്സസൈസുകൾ ചെയ്യുക. ശ്വാസമെടുക്കുന്ന പുതിയ രീതി ശീലമായി മാറ്റുക. ശ്വാസം കൺട്രോളിലായാൽ നിങ്ങളുടെ സമ്മർദ്ദവും കുറയും. നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് ചിന്ത പോകാതെയിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. കാരണം നിങ്ങളുടെ വികാരങ്ങൾ കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നെഗറ്റീവ് ചിന്തകൾ എപ്പോഴും നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ മാനസിക ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. ചാപ്റ്റർ 3. ഒരു നല്ല മാനസികാവസ്ഥ നിലനിർത്തുക. നിങ്ങൾ ഒരുപാട് വിഷമങ്ങളുള്ള ആളാകാം. പഴയ അനുഭവങ്ങൾ നിങ്ങളെ ഒരുപാട് കുത്തി നോവിക്കുന്നുണ്ടാകാം. അവയെല്ലാം ഇനിയും ഒപ്പം ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോയാൽ ഭാവി ജീവിതം കൂടി നശിച്ചു പോകും. അതിനാൽ അവയെക്കുറിച്ച് ഇനിയും ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത്തരം ചിന്തകളെ അകറ്റി നിർത്താൻ നല്ല നല്ല കാര്യങ്ങളെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ഒരു വീട് വെക്കുന്നത്, ഒരു യാത്ര പോകുന്നത്, നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, ഇങ്ങനെ പോസിറ്റീവായി ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് മോചിപ്പിക്കും. നിങ്ങൾ മുമ്പ് ചിന്തിച്ചിരുന്ന രീതി പൂർണ്ണമായി നിർത്തണം. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ ഒരു പുസ്തകം വായിക്കാം, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യാം, പെറ്റ്സിനെ നോക്കാം, ജേർണലിംഗ് ചെയ്യാം. അങ്ങനെ നെഗറ്റീവ് വികാരം ഉപേക്ഷിക്കാൻ പുതിയ വഴികൾ നിങ്ങൾ കണ്ടെത്തുക. ഒരു നല്ല മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ബോധപൂർവം ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മനസ്സിന്റെ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക. ഇത്തരത്തിൽ നല്ല മാനസികാവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ റീവയർ ചെയ്തെടുക്കാൻ സാധിക്കും. ഈ അധ്യായത്തിൽ ബ്രെയിനിനെ റീവയർ ചെയ്യാൻ മറ്റു ചില മാർഗങ്ങൾ കൂടി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പോസിറ്റീവ് മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. എല്ലാവർക്കും എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ അതിനായി പരിശ്രമിക്കാൻ ഒരിക്കലും മടി കാട്ടരുത്. എത്രയൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും നിങ്ങൾ നല്ല മാനസികാവസ്ഥയിലാണെന്ന് സ്വയം കരുതുക. സാധിക്കുമെങ്കിൽ എപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി നിലനിർത്തുക. ഇങ്ങനെ സന്തോഷം നടിക്കുന്നത് നിങ്ങൾക്ക് ധാരാളം പ്രയോജനങ്ങൾ നൽകും. അത് എങ്ങനെയെന്നല്ലേ? നമ്മുടെ ന്യൂറൽ പാത്വേസിന് മുഖത്തെ ഫേഷ്യൽ മസിൽസുമായും ക്രേനിയൽ നെർവ്സുമായും ബ്രെയിനിലെ കോർട്ടക്സ് പോലുള്ള ഭാഗങ്ങളുമായും കണക്ഷൻസ് ഉണ്ട്. അതിനാൽ വിഷമത്തിലും ചിരിക്കാനാണ് നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് സന്ദേശം വരുന്നതെങ്കിൽ അവ ഫേഷ്യൽ മസിൽസിൽ നിന്ന് റിഫ്ലക്റ്റ് ആവുന്നു. തിരിച്ച് ആ റിഫ്ലക്ഷൻ ബ്രെയിനിനെ പുനഃക്രമീകരിക്കാനും സഹായിക്കുന്നു. നിങ്ങൾ ലൈറ്റ് കെമിസ്ട്രിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? പകൽ സമയത്ത് ലഭിക്കുന്ന പ്രകൃതിദത്തമായ വെളിച്ചം. ഇത് പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വീടിനുള്ളിൽ തന്നെ ഇരിക്കാതെ പകല് പുറത്തൊക്കെ ഇറങ്ങി നടക്കുക. അതുവഴി നല്ല വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ തലച്ചോറിലെ രാസപ്രവർത്തനങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്നാണ് റീവയർ യുവർ ബ്രെയിൻ എന്ന പുസ്തകം പറയുന്നത്. പ്രകൃതിദത്തമായ വെളിച്ചം നിങ്ങളെ ഉന്മേഷമുള്ളതാക്കി മാറ്റുന്നു. ഇതിനോടൊപ്പം നിങ്ങളുടെ പ്രതിരോധ സംവിധാനത്തിന് ആവശ്യമായ വൈറ്റമിൻ ഡിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത മെത്തേഡ് എയറോബിക് ബൂസ്റ്റിംഗ് ആണ്. വ്യായാമം നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ സഹായിക്കുന്ന ഒന്നാണ്. നിലവിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റുന്നതിനൊപ്പം വ്യായാമം കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താനും നല്ല ഉറക്കം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. ഇനി വരുന്നത് ക്രിയേറ്റിംഗ് നരേറ്റീവ്സ് ആണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക, സ്വപ്നം കാണുക. നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? നിങ്ങൾ എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ അനുഭവങ്ങളും സ്വഭാവവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എവിടെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത്? അതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങളെ എവിടെ പ്ലേസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത്തരത്തിലൊക്കെ ചിന്തിച്ച് സ്വപ്നം കാണുക. ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. ഇതിലൂടെ നിങ്ങൾ എത്രമാത്രം നെഗറ്റീവ് ചിന്തയുള്ള ആളാണ്, പോസിറ്റീവ് ചിന്താഗതിയുള്ള ആളാണ് എന്നെല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. മാത്രമല്ല, നിങ്ങളുടെ ചിന്തയിൽ മാറ്റങ്ങൾ വരുത്താനും ഈ തിരിച്ചറിവ് നിങ്ങളെ സഹായിക്കും. പോസിറ്റീവ് തിങ്കിങ്. നിങ്ങൾ പോസിറ്റീവ് ചിന്തകളെ ബോധപൂർവം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യത്തിലും പോസിറ്റീവ് വശം കാണാൻ ശ്രമിക്കുക. പോളറൈസ്ഡ് ചിന്തകൾ ഒഴിവാക്കുക.
അതായത് എന്ത് കാര്യത്തിലും ഒന്നുകിൽ നല്ലത് അല്ലെങ്കിൽ മോശം എന്ന വകഭേദത്തിൽ കാണുന്ന രീതി. അതുപോലെ തന്നെ മറ്റൊരാൾ പറയുന്നവ വ്യക്തിപരമായി എടുക്കുന്നതും മറ്റുള്ളവരുടെ ചിന്തകളെക്കുറിച്ച് ഒരു കാര്യവുമില്ലാതെ നെഗറ്റീവായി ചിന്തിച്ചു കൂട്ടി നിഗമനത്തിലെത്തുന്നതും എല്ലാം നിർത്തുക. മറ്റൊരാളുടെ മനസ്സ് വായിക്കാൻ ശ്രമിക്കുന്ന ശീലം ചില ആളുകൾക്കെങ്കിലും ഉണ്ടായിരിക്കും. അതും നല്ലതല്ല. പലപ്പോഴും അത് നെഗറ്റീവ് ചിന്തകളിലേക്കാണ് നയിക്കുക. ആശങ്ക, ഭയം എന്നിവയെയും മാറ്റി നിർത്താൻ ശ്രമിക്കുക. തോൽവികളിലും നഷ്ടങ്ങളിലും നിരാശാബോധം തോന്നുന്നതും നല്ലതല്ല. പകരം അവയെ പഠിക്കാനുള്ള അനുഭവങ്ങളായി, അവസരങ്ങളായി മാത്രം കാണുക. പരാജയങ്ങളിൽ നിന്ന് വളരുക. ഇത്തരം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ ബാധിക്കുകയും നിങ്ങളെ വിഷാദത്തിലാക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ചിന്താരീതി മാറ്റുന്നതിലൂടെ നിങ്ങളുടെ മനോഭാവം പോസിറ്റീവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിനെ നെഗറ്റീവ് മനോഭാവത്തിൽ നിന്ന് വിജയകരമായി പുനഃക്രമീകരിക്കാൻ ഈ ചിന്ത ഉപയോഗപ്പെടുത്തുക. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ജീവിതത്തിൽ വെച്ചു പുലർത്താൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. എവിടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും അസ്തമിക്കുന്നു, അവിടെ ജീവിതം ഇരുട്ടിലാവുന്നു, നിരാശയിൽ അകപ്പെടുന്നു, നെഗറ്റീവായി മാറുന്നു. അതിനാൽ പ്രതീക്ഷകളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുക. ഓരോ മോശം സാഹചര്യത്തെയും ഒരവസരമായി കാണുക. മോശമായ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അതിനെ നിങ്ങളുടെ വിധിയായി കാണാതെ സ്വാഭാവിക പ്രക്രിയയായി മാത്രം കാണുക. സോഷ്യൽ തെറാപ്പി എന്ന് കേട്ടിട്ടുണ്ടോ? വളരെ നല്ല മാനസികാവസ്ഥ സൃഷ്ടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണിത്. ഈ സോഷ്യൽ തെറാപ്പി നിങ്ങൾ പുറത്തിറങ്ങി ആളുകളുമായി സമയം ചിലവഴിക്കുക. ഏകാന്തതയാണ് സങ്കടത്തിന്റെ ഏറ്റവും വലിയ കാരണം. അതിനാൽ ആളുകളോടൊപ്പം ജീവിക്കാൻ തുടങ്ങുക, സംസാരിക്കാൻ തുടങ്ങുക. അത്തരത്തിൽ ആളുകളെ കാണാനുള്ള ഒരവസരവും നിങ്ങൾ പാഴാക്കി കളയരുത്. നിരവധി ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് മാറുന്നു. മുകളിൽ പറഞ്ഞ രീതിയിലൂടെയെല്ലാം നിങ്ങളുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. വീണ്ടും ഒരു നെഗറ്റീവ് മനോഭാവത്തെ നേരിടുമ്പോൾ നിങ്ങളുടെ ചിന്താഗതിയെ പോസിറ്റീവായിരിക്കാൻ നിങ്ങൾക്ക് ഇവയെല്ലാം അപ്ലൈ ചെയ്തു നോക്കാവുന്നതാണ്. മാത്രമല്ല, എന്റെ മനസ്സ് പോസിറ്റീവായിരിക്കണം, ഞാൻ ചിന്തിക്കുന്നതെല്ലാം നല്ലത് മാത്രമായിരിക്കണം, നല്ല വശം മാത്രം ഞാൻ കാണാൻ ശ്രമിക്കും എന്നൊരു പ്രോമിസ് നിങ്ങളും ഉള്ളിൽ കൈക്കൊള്ളുക. ഇത്തരത്തിൽ പോസിറ്റീവായി ചിന്തിക്കാൻ ശീലിച്ചാൽ നിങ്ങളുടെ മനസ്സിനെ റീവയർ ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും. ചിന്തയിൽ വരുന്ന ഈ മാറ്റങ്ങൾ തന്നെ നിങ്ങളെ പുതിയൊരാളാക്കി തീർക്കും. ചാപ്റ്റർ 4, ഓർമ്മശക്തി മെച്ചപ്പെടുത്തുക. ഒരു നല്ല ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാവർക്കും ഒരുപാട് മോശം അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാകും. എന്നാൽ ആ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതം തീരുമാനിക്കാൻ ഇട നൽകരുത്. നല്ല ചിന്തകളെ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. ഇതിന് നിങ്ങൾ ഓർമ്മശക്തിയെ മികച്ച രീതിയിൽ വികസിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നതിലൂടെ മനസ്സിന്റെ റീവയറിംഗ് എളുപ്പമാകുന്നു. നിങ്ങളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓർമ്മശക്തി എന്നത് ഒരു പാരമ്പര്യം പോലെ നിങ്ങൾക്കുള്ളതോ ഇല്ലാത്തതോ ആയ ഒന്നല്ല. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനാവുന്ന ഒരു സ്കില്ലാണ്. അതിന് വ്യായാമം ആവശ്യമാണ്. ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് എളുപ്പം നിങ്ങളുടെ ഓർമ്മശക്തിയെ ശക്തിപ്പെടുത്താൻ സാധിക്കും. കാരണം നമ്മൾ പൂർണ്ണ ശ്രദ്ധ നൽകിയാലേ ഒരു കാര്യം ഓർമ്മിക്കാൻ സാധിക്കൂ. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. നമ്മുടെ ശ്രദ്ധ വർദ്ധിക്കുന്നത് ഓർമ്മശക്തിയെയും ബലപ്പെടുത്തുന്നു. നിങ്ങളുടെ വർക്കിംഗ് മെമ്മറിയിൽ സംഭരിക്കാൻ കഴിയുന്ന ഓർമ്മയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അതേസമയം നിങ്ങളുടെ ദീർഘകാല ഓർമ്മയിൽ നിങ്ങൾക്ക് എണ്ണമറ്റ ഓർമ്മകൾ സൂക്ഷിക്കാൻ സാധിക്കും. ദീർഘകാല ഓർമ്മ ഒരു ശേഖരം പോലെയാണ്. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചില സംഭവങ്ങൾ, വിവരങ്ങൾ, ചിത്രം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിക്ലറേറ്റീവ് മെമ്മറി എന്നാണ് വിളിക്കുന്നത്. ഭാഷയെ അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റയുടെ ഓർമ്മയെ സെമാന്റിക് മെമ്മറി എന്ന് വിളിക്കുന്നു. ഭൂതകാലത്തിലെ ഓവർലാപ്പിംഗ് ഓർമ്മകളെ എപ്പിസോഡിക് മെമ്മറി എന്ന് വിളിക്കുന്നു. അതായത് ഒരു പേപ്പർ മുറിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുവെങ്കിൽ അത് എപ്പിസോഡിക് മെമ്മറിയാണ്. നിങ്ങൾ അത് എങ്ങനെ മുറിച്ചു എന്ന് ഓർമ്മിച്ചെടുക്കുമ്പോൾ അത് ഡിക്ലറേറ്റീവ് മെമ്മറി. ആ പേപ്പർ കട്ടിങ്ങിനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർമ്മിക്കുന്നുവെങ്കിൽ അതാണ് സെമാന്റിക് മെമ്മറി. ഇങ്ങനെ ഓർത്തുവെക്കാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ ചിത്രങ്ങളുമായും വസ്തുക്കളുമായും വ്യക്തികളുമായും എല്ലാം ബന്ധപ്പെടുത്തി വെക്കുക. വിവരങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കാൻ ശ്രമിക്കുക. ഇവ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും.
ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ നിരവധി മെമ്മറി ടെക്നിക്കുകൾ അവൈലബിൾ ആണിന്ന്. അവയെ നിങ്ങൾക്ക് പരിശീലിച്ചു നോക്കാവുന്നതാണ്. സുഡോക്കു, ചെസ്, വിവിധ മെമ്മറി ഗെയിംസ് എല്ലാം നിങ്ങൾക്ക് പരിശ്രമിച്ചു നോക്കാവുന്നതാണ്. ഇവയെല്ലാം നിങ്ങളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും. നിങ്ങളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താൻ പരിശീലനം മാത്രം പോരാ, സമീകൃത ആഹാരവും വേണം. ഒപ്പം തന്നെ ദിവസവും വ്യായാമം ചെയ്യണം. ആവശ്യത്തിന് ഉറങ്ങുന്നതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങളുടെ മൊത്തം ഓർമ്മശക്തി ഉപയോഗപ്പെടുത്താൻ ശാന്തവും ഉണർന്നിരിക്കുന്നതുമായ ഒരു മനസ്സ് അത്യാവശ്യമാണ്. ഇത് വിശ്രമത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് നേടാൻ സാധിക്കൂ. അതിനാൽ ദിവസവും 6-7 മണിക്കൂറെങ്കിലും പൂർണ്ണമായി ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഓർമ്മശക്തി മൂർച്ചയുള്ളതാക്കാൻ മൈൻഡ്ഫുൾനെസ് വ്യായാമങ്ങൾ ഒരു മാർഗമായി ഉപയോഗിക്കാം. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ പതിപ്പിച്ച് ചെയ്യുക എന്നതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു പുസ്തകം വായിക്കുമ്പോൾ മറ്റ് പല ചിന്തകൾ വന്ന് നിങ്ങളെ മൂടാതെ ആ പുസ്തകത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിനായി നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം, ഒരു കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാസ്സിനോ ചേരാം, യാത്ര ചെയ്യാം, പ്രചോദനാത്മകമായ സംഭാഷണങ്ങളിലും ചർച്ചകളിലും ഏർപ്പെടാം. നിങ്ങളുടെ ശ്രദ്ധാപരിധി വികസിപ്പിക്കാനുള്ള ഏത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒരാളെ കാണുമ്പോൾ അവരുടെ പേര്, രൂപം, നിറം, അവരുടെ ശബ്ദം ഇവയെല്ലാം നിങ്ങൾക്ക് ഇനി മുതൽ ശ്രദ്ധിക്കാവുന്നതാണ്. ഈ ശ്രദ്ധ എന്ന് പറയുന്നത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്. ഇത്തരത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മശക്തിയും വർദ്ധിക്കുന്നു. നിങ്ങളുടെ ബ്രെയിൻ വളരെ സ്ട്രോങ് ആയി മാറുന്നു. ചാപ്റ്റർ 5 ആരോഗ്യകരമായ ശീലങ്ങളിലൂടെ മനസ്സിനെ റീവയർ ചെയ്യാം. നമ്മുടെ മോശം ശീലങ്ങൾ കാരണം നമ്മുടെ തലച്ചോറ് പലപ്പോഴും ദുർബലമാകാറുണ്ട്. നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്നതിന് ഈ ശീലങ്ങൾ മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഈ മോശം ശീലങ്ങളിൽ തെറ്റായ ഭക്ഷണം കഴിക്കുക, ഭക്ഷണം ഒഴിവാക്കുക, ആവശ്യത്തിന് ഉറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം പാഴാക്കുക എന്നിങ്ങനെയുള്ള എല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഈ മോശം ശീലങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിനെ ദോഷകരമായി ബാധിക്കുന്നു. ഇത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നു. കാരണം നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും നിങ്ങളെ ആകെ ടോട്ടലി നെഗറ്റീവാക്കി മാറ്റുന്നു. അതിനാൽ ഈ മോശം ശീലങ്ങളെ നല്ല ശീലങ്ങളാക്കി മാറ്റാൻ ചില പ്രധാന കാര്യങ്ങൾ നിങ്ങൾ എന്നും മനസ്സിൽ സൂക്ഷിക്കുക. അതായത് നിങ്ങളുടെ 3 നേരത്തെ ഭക്ഷണത്തിൽ നിന്ന് ഒരു നേരം പോലും ഭക്ഷണം സ്കിപ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രഭാത ഭക്ഷണം അതൊരിക്കലും ഒഴിവാക്കരുത്. കാരണം പ്രഭാത ഭക്ഷണം നിങ്ങളെ ഊർജ്ജസ്വലരാക്കാൻ സഹായിക്കുന്നു. അതിനാൽ ആരോഗ്യകരമായ പ്രഭാത ഭക്ഷണത്തോടെ വേണം ഒരു ദിവസം ആരംഭിക്കാൻ. പ്രഭാത ഭക്ഷണം മികച്ചതാക്കാൻ നിങ്ങളുടെ ഭക്ഷണത്തിൽ മുട്ട, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കാം. ഉച്ചഭക്ഷണത്തിന് കാർബോഹൈഡ്രേറ്റിനേക്കാൾ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം കഴിക്കുക. രാത്രി ഭക്ഷണം ലൈറ്റായി കഴിക്കാൻ ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒന്നും കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അമിതമായി പഞ്ചസാര കഴിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് ദോഷകരമാണ്. ഇത് വ്യക്തമായി ചിന്തിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. നിങ്ങളുടെ മാനസികാവസ്ഥ നിലനിർത്താനും നല്ല പെരുമാറ്റത്തിനും ഇത് തടസ്സമുണ്ടാക്കുന്നു. അതിനാൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സന്തുലിതമായി നിലനിർത്തുക. ദിവസവും വ്യായാമം ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ വ്യായാമം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 15 മുതൽ 20 മിനിറ്റ് വെറുതെ നടക്കാൻ ശ്രമിക്കുക. ഇതിനോടൊപ്പം ധ്യാനം പരിശീലിക്കാനും ശ്രമിക്കുക. ധ്യാനം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നന്നായി ചിന്തിക്കാനും സഹായിക്കും. ഒരുമിച്ച് അമിതമായി വ്യായാമം ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് നിങ്ങളെ ക്ഷീണിപ്പിക്കും. നിങ്ങളുടെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളെ വിഷാദത്തിലാക്കുകയും ചെയ്യും. മോശം ഉറക്കശീലങ്ങൾ പല രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. നിങ്ങളുടെ തലച്ചോറ് വളരെ ദുർബലമാകും. നിങ്ങളുടെ ഉറക്കശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരമായ ഉറക്ക രീതി ഉണ്ടാക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യസമയത്ത് രാവിലെ ഉണരുകയും കൃത്യസമയത്ത് ഉറങ്ങുകയും ചെയ്യുക. പകൽ നേരത്ത് അല്പസമയം വിശ്രമിക്കാം, എന്നാൽ അമിതമായി ഉറങ്ങാൻ ശ്രമിക്കരുത്. ഇത് നിങ്ങളുടെ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. പകൽ സമയത്ത് ഉറങ്ങുന്നത് ഒഴിവാക്കുക. ഇത് രാത്രി നന്നായി ഉറക്കം കിട്ടാനും നിങ്ങളെ സഹായിക്കും. ഇനി പുസ്തകത്തിന്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമുക്ക് വരാം. ഈ പുസ്തകത്തിൽ നിന്ന് തലച്ചോറിനെ എങ്ങനെ റീവയർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇതുപയോഗിച്ച്
നിങ്ങൾക്കൊരു മികച്ച ജീവിതം ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ചിന്ത നല്ലതോ മോശമോ ആകട്ടെ, ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കും. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പോസിറ്റീവായ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ നെഗറ്റിവിറ്റിയെ മാറ്റി നിർത്താൻ മനസ്സും ശരീരവും ഹെൽത്തി ആയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഹെൽത്തി വേസ് നിങ്ങൾ തീർച്ചയായും ജീവിതത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ മൈൻഡിനെ സ്ട്രോങ് ആക്കും. വിഷാദത്തിൽ നിന്നും ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നുമെല്ലാം നിങ്ങളെ അത് രക്ഷിച്ചെടുക്കും. ഒപ്പം തന്നെ വ്യായാമവും മെഡിറ്റേഷനും ചെയ്യാൻ ശ്രമിക്കുക. ഈ രീതികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒപ്പം നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യാനും സാധിക്കും. ഈ പുസ്തകം നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന രീതികൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുമെന്നും ഞാൻ കരുതുന്നു. ഈ പുസ്തകത്തിൽ എനിക്ക് ശ്രദ്ധേയമായി തോന്നിയ കാര്യങ്ങളിലൊന്ന് നമ്മുടെ ചിന്തകളെയും പെരുമാറ്റങ്ങളെയും മാറ്റുന്നതിലൂടെ എങ്ങനെ നമ്മുടെ തലച്ചോറിനെ പുനഃക്രമീകരിക്കാമെന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. ഇത് പലപ്പോഴും നമുക്ക് തന്നെ അറിയാമെങ്കിലും നമ്മൾ അത്തരത്തിലുള്ള വഴികളിലൂടെ സഞ്ചരിക്കാറില്ല എന്നതാണ് സത്യം. അതിലേക്കുള്ള വഴികൾ അറിയാത്തതാണ് ഒരു മാറ്റം കൊണ്ടുവരാൻ പലർക്കും ജീവിതത്തിൽ സാധിക്കാത്തതും. അപ്പോൾ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പ്രായോഗികമായ വഴികൾ റിവയർ യുവർ ബ്രെയിൻ എന്ന ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു സെൽഫ് കെയറിന്റെ പ്രാധാന്യം കൂടിയാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. സമ്മർദ്ദവും നെഗറ്റീവ് വികാരങ്ങളും നമ്മുടെ തലച്ചോറിന്റെ ആരോഗ്യത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കാമെന്നും പുസ്തകത്തിന്റെ ഓഥർ ആഡൻ വിശദീകരിക്കുന്നു. കൂടാതെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സ്വയം പരിചരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള വഴികളും പുസ്തകം പകർന്നു നൽകുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് സ്വന്തം ആവശ്യങ്ങളെക്കാൾ മുൻഗണന നൽകുകയും സ്വന്തം സന്തോഷവും ആരോഗ്യവും സമാധാനവും അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണതയുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കേട്ട് അവനവനെ ഇനിയെങ്കിലും കെയർ ചെയ്യാൻ ശ്രമിക്കുക. സ്വന്തം ആരോഗ്യവും സന്തോഷവും നിലനിർത്താനായാൽ മാത്രമേ മറ്റുള്ളവരെയും സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂ. ദീർഘകാലം ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കാനും നിങ്ങൾക്ക് സാധിക്കൂ എന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. മറ്റൊരു ബുക്ക് സമ്മറിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.